ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അന്നേരം ഒരുപാട് കമൻറ്റ് എനിക്ക് വരുന്നുണ്ട്, വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അന്നേരം നമ്മുടെ 2024 ഫസ്റ്റ് വീഡിയോ ആണിത്. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ, ഈ 2024. അന്നേരം രാവിലെ തന്നെ നമ്മുടെ പാലപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ പാലപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് കേട്ടോ. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കാണിക്കുന്നതല്ലേ. അന്നേരം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ടത്തിലേക്ക് വളം ഇടാൻ വേണ്ടി വളം അവർ കുഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അന്നേരം നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്നേരം പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. അന്നേരം വളം രണ്ടാം വളമാണ് നമ്മുടെ കണ്ടത്തിലേക്ക് ഇടാൻ വേണ്ടി അവർ വളമൊക്കെ മിക്സ് ചെയ്യുകയാണ്. അന്നേരം ആ ഒരു കാഴ്ചയാണ് കേട്ടോ. അന്നേരം രാവിലെ തന്നെ വളമൊക്കെ പൊട്ടിച്ച് അവർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് ഇടുന്ന വീഡിയോ ഞാൻ അടുത്ത ഒരു വ്ലോഗിൽ കാണിക്കാം കേട്ടോ. അന്നേരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിങ്ങളൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അന്നേരം കുറേ എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ബീന എന്തോ പറ്റി, അസുഖം വല്ലതും ആണോ? അസുഖം ദൈവം അനുവദിച്ച് അസുഖമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വലിയ കുക്കിങ്ങോ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ കമൻ്റ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് അങ്ങനെ വീഡിയോ ഇടുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു ചിക്കൻ കറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. അന്നേരം ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാവുന്നതുമാണ്, നമ്മൾ കുറേ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇത് ചിക്കൻ കറിയല്ല കേട്ടോ. ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് കിഴങ്ങുമൊക്കെ ഇട്ട് നമ്മൾ പാലൊഴിച്ച് നമ്മുടെ പാലപ്പത്തിന് വേണ്ടി കടുക് താളിച്ചെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അന്നേരം അതൊക്കെ ഞാൻ ഉണ്ടാക്കി അതൊന്ന് കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം പാലപ്പവും കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ്. അന്നേരം ഇതിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പോവില്ല കേട്ടോ. നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ, കാരണം ഇതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കാണാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. കാരണം നമ്മളെപ്പോഴും കുക്കിംഗ് അല്ലേ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വള്ളത്തേലോട്ട് അവർ ഇടാൻ പോകാൻ വേണ്ടി വളം കയറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അന്നേരം വളം നമ്മുടെ ഈ ആറിനക്കരയിലാണ് കണ്ടം, ആ കണ്ടത്തിലാണ് ഇടാൻ പോകുന്നത്. അന്നേരം പിന്നെ എന്താണ് വളം ഇടുന്നതൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്, ചേട്ടൻ എടുത്തു തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ തീയൊക്കെ കത്തിച്ച് കേട്ടോ. ഇത് ഒരു 2-3 ദിവസം മുന്നുള്ള വീഡിയോ ആണ്, ഇന്നാണ് ഇടാൻ പറ്റിയ കേട്ടോ. അന്നേരം തീയൊക്കെ കത്തിച്ച് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് വെക്കാൻ പോവാണ്. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം, നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടെ വെക്കണം. അന്നേരം ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ന്യൂ ഇയറിന് ഇവിടെ വള്ളംകളി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ആയിട്ട്. അന്നേരം ഇപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. അന്നേരം വള്ളംകളിയൊക്കെ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ട് നോക്കണം, സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഇത്രയും ദിവസം ഇടാത്തത് കൊണ്ട് വ്യൂസൊക്കെ കുറയുമായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് വ്യൂസൊക്കെ കുറവാണ്. അന്നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ട് കമൻ്റ് ഇടുക കേട്ടോ. അന്നേരം നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ കറിയൂടെ വെക്കണം. എന്നിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫോണിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, ചാർജ് നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും വീഡിയോ എടുക്കാത്തതും. അന്നേരം പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ചിക്കൻ കറിയോടെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ വള്ളംകളിയുടെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അന്നേരം വള്ളംകളി എല്ലാവരും കാണണം. നമുക്ക് ഓണത്തിൻ്റെ വള്ളംകളിയുടെ വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അന്നേരം ക്രിസ്തുമസിനും നമുക്ക് ന്യൂ ഇയറിന് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വള്ളംകളി ഉണ്ടായിരുന്നത് കേട്ടോ. അന്നേരം പിന്നെ അതുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ, ഇവരൊക്കെ മക്കളും ചേട്ടനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, അവരെടുത്തുകൊണ്ട് വന്നതാണ് വീഡിയോ കേട്ടോ. അന്നേരം നമ്മൾ മോരൊക്കെ തേണ്ടി കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ.
മോരും കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി നമ്മൾ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ തന്നെ തേങ്ങാപ്പാലൊന്നും ഇട്ടല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർത്തിട്ടുണ്ട്. അന്നേരം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. നമുക്ക് ചിക്കൻ കറി മോരും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയുടെ തൂവി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ ഉച്ച സമയമാണ്. ബാക്കി കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്തിട്ടില്ല. നമ്മുടെ ഫോണിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വള്ളംകളി കാണാം കേട്ടോ. അവന്മാര് കളിയോ പറയും കേട്ടോ. അവന്മാര് പെട്ടാകത്തെ വരുന്നു കേട്ടോ. ഇത് പെട്ടേ